വൈക്കോല് പോലും കൊണ്ടുപോയി. നെല്ലിനോ വിലയില്ല, പിന്നെ വൈക്കോല് കിട്ടിയിട്ട് എന്നാ കാര്യം? ഇനിയുള്ള കാലം കൃഷിപ്പണി കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ചാത്ത. എന്നിട്ട് നമ്മുടെ രാമുക്കുഞ്ഞ് പറയണത് കൃഷിപ്പണി സർക്കാർ ഉദ്യോഗത്തെക്കാളും നല്ലതാണെന്നല്ലേ? എമ്മെ ജയിച്ചവൻ കൂലിക്കാരെ പോലെ വയലിൽ കിടന്ന് ജോലി ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് തൊലി പൊള്ളിയുന്നു. കാണുന്നവരെല്ലാം അത് തന്നെയാ പറയണത്. ഇവൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എവിടെങ്കിലും ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടത്തില്ലായിരുന്നു. ആ തല വിയർപ്പ് ഒഴുകുന്നു. ഇനി രാത്രി ചുമച്ചിട്ട് ഉറങ്ങണ്ട. മൂത്ത മെമ്പറാൻ അങ്ങ് കയറിയാട്ടെ. ഇനി ഇത്രയല്ലേ ഉള്ളൂ, അത് ചാത്തം വലിച്ചു കൂട്ടിക്കോളാം. ബാക്കിയുള്ളത് അവിടെ കിടക്കട്ടെ, രാമു വന്നിട്ട് വലിച്ചു കൂട്ടും. എടി, അവനിങ്ങനെ വൈക്കോലും വാരിക്കൂട്ടി നിലോ ഉള്ളിൽ നടക്കുന്നതല്ലയോ നിനക്ക് നിർത്തി. ഞാൻ എന്തോ വേണമെന്നായി പറയുന്നത്? എടി, അവന്റെ കൂടെ പഠിച്ചവന്മാരെല്ലാം വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് സർക്കാർ ശമ്പളം മേടിച്ച് അന്തസ്സായിട്ട് കഴിയുന്നു. ആ കായ മടി വെക്കാം, കമുകായാലോ? രാമുക്കുഞ്ഞൊരു പ്രത്യേക പോക്ക. ദേ ശാന്തി വരുന്നു. ഇന്നെന്താ കുഞ്ഞിന്റെ പിറന്നാളായിരിക്കും? അല്ല ചാത്ത, അവൾക്കൊരു ജോലി കിട്ടി. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലാ. എന്റെ പരദൈവങ്ങളെ, കുഞ്ഞിനെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയല്ലോ. അതാ രാമു വരുന്നല്ലോ. ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാകേണ്ടവൻ വരുന്ന വരവ് കണ്ടു. എല്ലാരും സർക്കാർ ജോലിക്ക് പോയാലേ ഈ നാടെങ്ങനെ നന്നാവും? കൃഷിപ്പണി ആര് ചെയ്യും? അവൻ അവന്റെ വയലിലല്ലേ ജോലി ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവരെ പോലെ ചിന്താബാദ് വിളിക്കാനും ചൂട് കളിക്കാനും അല്ലല്ലോ പോയത്. നീ പോയോ? എവൾ ഒരുത്തിയാണ് അവനെ ഈ നിലയിലാക്കിയത്. ദേഷ്യപ്പെടേണ്ട, ആ കമ്പനി വരണം, ഞങ്ങൾ ചിക്കിക്കോളാം. അതെ, വരണം. തല ഉയർത്താൻ ചോമിക്കും. ഞാനോ? ഞാൻ ചുമക്കും ജോലി. ഞാൻ ഇങ്ങോട്ട് ജോലി ചെയ്തിട്ട് അയ്യോ, എന്റെ കാലേ. അമ്മ കരയാതെ അമ്മുമ്മ. അയ്യോ, എന്റെ കാല് കുത്തി വലിക്കുന്നേ. അച്ഛൻ വരുമ്പോ വേറെ മരുന്ന് വാങ്ങിക്കൊണ്ട് വരും. അമ്മ കരയാതെ അമ്മുമ്മ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ, എന്താ മോളെ? കൈപൊള്ളിയോ? സാരമില്ല, ഇതാ മോക്ക് മിഠായി. ചത്തവളങ്ങ് പോയി. ഈ കുഞ്ഞിനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്താതെ എവിടെങ്കിലും ചെന്നൊരു സംബന്ധം ചെയ്യുമോ? എനിക്കിനി അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന്. വല്ല വിധവും എന്റെ മോളെ വളർത്തിയെടുക്കണം. എടാ, ഞാനോ തളർവാദം പിടിച്ച് കിടപ്പായി. കളിച്ചു വളരേണ്ട ഈ പിഞ്ചു കുഞ്ഞ് എന്റെ മുമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ മോനെ. നാളെ മുതൽ ഇവിടെ ഒന്നും വെക്കണ്ട, നമുക്ക് ഊണ് ഹോട്ടലിൽ നിന്ന്. എന്നാലും നിനക്കൊരു സംബന്ധം ചെയ്തുകൂടാ? അച്ഛമാര് ചപ്പവരൊക്കെ സന്യസിക്കാന്നോടാ പതിവ്? അമ്മേ, ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലൊക്കെ ചെയ്യും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കാരനാണെന്നും ഈ പഞ്ചായത്ത് മുടിക്കുകയാണെന്നുമാണ് ആ രാമു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് രാമുവിനോട് വ്യക്തിപരമായ വിരോധമുണ്ടെങ്കിൽ അതിന് എന്റെ അച്ഛനെ ആയുധമാക്കരുത്. അതല്ല മോളെ, അങ്ങനെയുള്ള ഒരുത്തന്റെ സഹോദരിയെ പഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗത്തിന് നിയമിക്കണമായിരുന്നോ എന്നാണ് ദാസപ്പൻ ചോദിച്ചു വരുന്നത്. ശാന്തി എന്റെ കൂട്ടുകാരിയാണ് അച്ഛാ. ഇതൊക്കെ സർപ്പസന്തതികളാണ്. വാസന്തിയുടെ ശുദ്ധഗതി കൊണ്ട് പറയുന്നതാണ്. നിങ്ങളുടെ ശുദ്ധഗതിയൊക്കെ എനിക്കറിയാം. നീ ദാസപ്പനോട് പരിഭവിക്കുന്ന എന്തിനാ? ആ രാമു നമ്മുടെ ശത്രു തന്നെയാ. അതിന് ശാന്തി എന്ത് പിഴച്ചു വെച്ചാ? ഏതായാലും അവർക്ക് ജോലി കൊടുത്തില്ലേ, അതുപോലെ. ആ, അല്ല, ശേഷകാരി ഇന്ന് അമ്പലത്തിൽ പോയില്ലേ? ഇല്ല, നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ? സമയമായി വരുന്നോ? ആ, ചെല്ല, വേഗം ചെല്ല. വരുമോ? വാസന്തിക്ക് ഇവറ്റുകളെ ഒന്നും ശരിക്കറിഞ്ഞൂടാ. നമ്മുടെ പഞ്ചായത്തിൽ പല രഹസ്യങ്ങളുമുണ്ട്. ഈ ശത്രു സന്തതികളെയൊക്കെ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തിയാൽ ഇവളൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണോ ദാസപ്പ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ദാസപ്പൻ പിള്ളേ. ഗുഡ് മോർണിംഗ്. എന്താ വരാൻ താമസിച്ചത്? ഓഫീസിൽ പോകുന്ന മുമ്പ് ഇതിലെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ വൈഫും സെർവന്റുമായിട്ട് ഒരു ഗലാട്ട. എന്തോന്ന് കലാട്ട? വൈഫ് സെർവന്റിനെ തല്ലി, സെർവന്റ് തിരിച്ച് വൈഫിനെ തല്ലി. ആകെ ഡേഞ്ചറായി. കൊള്ളാമല്ലോ, വേലക്കാരിയും ഭാര്യയുമായിട്ട് അടിപിടി. വൈഫ് സെർവന്റിനെ ഡെയിലി ഉതയ്ക്കാറുണ്ട്.
ബട്ട് സെർവന്റ് വൈഫിനെ ഉദയ്ക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് സാർ. എന്നിട്ട് എന്തായെന്ന് പറയടോ? എന്താകാനാണ് സാർ? സെർവന്റിന്റെ വീട്ടിലേക്കും വൈഫ് വൈഫിന്റെ വീട്ടിലേക്കും പോയി. ഓ, അപ്പൊ തന്റെ ശല്യം അവസാനിച്ചല്ലോ. ഇല്ല സാർ, ശല്യം തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ മുതൽ കിച്ചൺ വർക്ക് മുഴുവനും ഞാനായിരുന്നു. എന്ന് പറഞ്ഞാൽ മേലിലും താൻ താമസിച്ചേ വരുള്ളൂ എന്നർത്ഥം. നോണോ, വൈഫ് പോയാൽ സെർവന്റ് വരാമെന്ന് രഹസ്യമായി എഗ്രി ചെയ്തിട്ടാണ് പോയത്. അത് ശരി. അപ്പോൾ സ്വാമിയും സർവന്റും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു അതല്ലേ? കറക്റ്റ്. വൈഫിന് സെർവന്റിനെ വളരെ ഡൗട്ടാണ്. എന്താ സ്വാമി അങ്ങനെ ഒരു സംശയം വരാൻ? നമ്മുടെ സെർവന്റ് കേൾ വൈഫിനേക്കാൾ വളരെ എഫിഷ്യന്റ് ആണ്. സ്വാമിയുടെ സർവന്റിനെ ഞാൻ ഇതുവരെ ഒന്ന് കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ഒന്ന് കാണണം. ബ്യൂട്ടിഫുൾ കേൾ, അതായത് സ്ലിം ബ്യൂട്ടി, തങ്ക കമ്പി. അതാണ് സ്വാമിയുടെ ഭാര്യ കൂടെ കൂടെ പിണങ്ങി പോകുന്നത്. പോയിട്ടുമേ, വൈഫ് പിണങ്ങി പോകുമ്പോഴാണല്ലോ സെർവന്റ് കേളിന്റെ സിൻസിയാരിറ്റി മനസ്സിലാവുന്നത്. സ്വാമി, നമ്മുടെ ഓഫീസിൽ പുതിയതായിട്ട് ഒരു ലേഡി ക്ലർക്കിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ലേഡി? നമ്മുടെ ആ രാമുവിന്റെ സഹോദരി ശാന്തി. അയ്യോ, അത് ഡേഞ്ചറാണ് സാർ. നമ്മുടെ ഓഫീസിൽ പല സീക്രട്ടുകളും ഉണ്ട്. ഇടൂ, അതിനല്ലേ തന്നെ ഇവിടെ നേരത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുന്നത്. അവളെ ഞാൻ ഏറ്റെടുക്കുന്നു. അവളെ ഏറ്റെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഓഫീസിലെ രഹസ്യങ്ങൾ ചോർന്നു പോകരുതെന്ന്. നെവർ, പോകവേ മാറ്റേ. ഓ, മറ്റു മാസം മോളെ, ചേച്ചി ശുഭമോളെ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അമ്മയ്ക്ക് ഇവളെ അയക്കാൻ പറ്റും. അന്തി ചേച്ചി എങ്ങോട്ടാ ഒരുമിച്ചമ്മ? ചേച്ചിക്ക് ജോലി കിട്ടി. എവിടെ ചേച്ചി? പള്ളിക്കൂടത്തിലാണ്. പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കാ. ചേച്ചി മോളോട് യാത്ര ചോദിക്കാനാ വന്നത്. ഈ ജോലിയെ പറ്റി രാമുവിന്റെ അഭിപ്രായം എന്താ? ചേട്ടനെ ഈ പഞ്ചായത്ത് ഓഫീസിലെ ജോലിയെ ഇഷ്ടമില്ല. എനിക്കും അതാണ് അഭിപ്രായം. ആ പ്രസിഡന്റ് നല്ലവനല്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയില്ല. ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. സമയമായി, പോട്ടെ. ചേച്ചിക്ക് ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്ത് കൊണ്ട് തരും? മോക്ക് എന്ത് വേണോ? ചോക്ലേറ്റ്, കളിപ്പാട്ടം. സുമതി, ചോക്ലേറ്റിന് വയസ്സ്, കളിപ്പാട്ടം, ശമ്പളം കിട്ടിട്ട് വരട്ടെ. ഓഫീസിൽ കാണുന്നു. ശാന്തകുമാരി ഫസ്റ്റ് റാങ്ക് ആണ്. അതെ സർ. ഗുഡ് ഗുഡ്. അടുത്ത റൂമിൽ ഹെഡ് ക്ലാർക്ക് മണിതാമിയുണ്ട്. ഇങ്ങോട്ട് ഇരു, ഞാൻ പറഞ്ഞു. താങ്ക് യു സർ. ശാന്തകുമാരി. ഓ, ശാന്തകുമാരി അമ്മ. നമ്മുടെ രാമുവിന്റെ സിസ്റ്റർ. അതെ സർ. ആളല്ല, ആവിയാണ്. ഭദ്ര, ഭദ്ര. ഇവിടെ അച്ഛനോ അതോ ഓഫീസറോ? സത്യം പറഞ്ഞ എനിക്കും അതാണ്. ഞങ്ങൾ റിപ്പോർട്ട് എഴുതിയാൽ നിന്നെ നാളെ കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ സ്വാമി, ഈ ആഴ്ചത്തെ ജാതകഫലം എനിക്ക് അല്പം മോശം. എന്റെ ഈ ജാതകഫലം മോശമാണ്. നല്ല കൊള്ളണമെന്നോ അതോ കൊടുക്കണമെന്നോ? ശുദ്ധ ബ്രാഹ്മണൻ യാരെയും തള്ളാറില്ല. അതെല്ലാം നിന്നെപ്പോലുള്ള മുട്ടാളന്മാരുടെ ബിസിനസ് അല്ലേ? സ്വാമി, അതെ, സ്വാമി തന്നെ ഈ കുട്ടിക്ക് ഒരു സീറ്റ് അറേഞ്ച് ചെയ്തു. എവിടാ വീട്? വരുന്നില്ല. ഇവിടെ ഒരു ടേബിളും ചേർന്ന് കൊണ്ട് ഇട്ടാൽ മതി. ഓ, സ്ത്രീ ആണല്ലോ. സ്വാമിയുടെ അടുത്ത് തന്നെ എടുത്തു തരാം. ശാന്തകുമാരി അമ്മ തൽക്കാലം ആ സീറ്റിൽ പോയി ഇരുന്നുള്ളൂ. എനിക്ക് ഈ ഫയലിന്റെ ഒരു പേര് കോപ്പി എടുക്കണം. ശരി സർ. സാറും കുട്ടിയുമുള്ള നമ്മുടെ സ്കൂളിൽ ഇവിടെ ഞാൻ സ്വാമിയാണ്. സ്വാമി എന്ന് വിളിച്ചാൽ മതി. പുകയെല്ലാം മനസ്സിലാകും. വെക്കണോ. സ്ത്രീകൾ വരുന്ന കണ്ടില്ലേ? രണ്ട് കണ്ണല്ലേ ഉള്ളു, എന്തെല്ലാം കാണും? വഴി ഒഴിഞ്ഞു തരണം. ആരൊഴിയണം? നിങ്ങള്. എന്ന് ഏത് പ്രമാണത്തിൽ പറയുന്നു? ആണുങ്ങളായാൽ കുറച്ച് മര്യാദയൊക്കെ വേണം. പെണ്ണുങ്ങൾക്ക് അത് വേണ്ടായിരിക്കും. വഴി മാറി തരണം മിസ്റ്റർ. എനിക്ക് കോളേജിൽ പോണം. ഒന്ന് ഇറങ്ങി പോണ ശ്രീമതി, എനിക്ക് എന്റെ പാടത്ത് പോണം. ശ്രീമതിയോ? ഫലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏക മോളല്ലേ, ബഹുമാനിച്ചോളയാന്ന് വിചാരിച്ചു. നല്ല ഗൗരവമുണ്ട്. വയലിലെ പണി കളഞ്ഞിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ നോക്ക്. തൽക്കാലം ഈ കൃഷി ഡിപ്പാർട്ട്മെന്റുമായി ഞാൻ കഴിഞ്ഞു. ചേട്ടാ, എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. എന്നാ ഞാൻ വീട്ടിൽ വരട്ടെ? നന്നായി പോയി. അച്ഛന് ചേട്ടന്റെ പേര് കേൾക്കുന്നത് പോലെ അസ്വസ്ഥതയാണ്. എന്നാൽ വാസന്തി എന്റെ വീട്ടിൽ വരൂ.
ഞാൻ വരും. പക്ഷേ അതിങ്ങനെ പുസ്തകം കൊണ്ടല്ല. പിന്നെ എങ്ങനെ? മന്ത്രകോടി അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂക്കളും ചൂടി കളപക്കുറിയിട്ട് പുത്ത മണവാട്ടിയായിട്ട് അങ്ങ് വരും. എന്നിട്ട് സന്ധ്യ കഴിയുമ്പോ മണവറയ്ക്കകത്തോട്ടൊരു വരവുണ്ട്. സമയായി. ഞാൻ